വിസിമാർ RSS നേതാവ് മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് വിവാദമായതോടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് വിവാദത്തിൽ നിന്ന് കൈ കഴുകാനുള്ള സതീശന്റെ ശ്രമത്തെ കെ സുരേന്ദ്രൻ ഒറ്റ കമന്റോടുകൂടി പൊളിച്ചടുക്കിയിട്ടുണ്ട്. സതീശൻ തനിക്ക് RSS ബന്ധമില്ല, RSSന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുക്കാൻ പോയതിൽ മാപ്പ് പറയണമെന്ന രീതിയിൽ മൗദൂദികൾക്കും ലീഗന്മാർക്കും ഒരു സമാധാനം കൊടുക്കുന്ന വാചകം. എന്നാൽ RSSന് വേണ്ട പരിക്കേൽക്കാത്ത രീതിയിലാണ് ആ പ്രതികരണം നടത്തിയത്. കാര്യം RSSകാരോട് വിളിച്ച് ചോദിച്ചിട്ടായിരിക്കണം ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം അവരെ പിണക്കിക്കഴിഞ്ഞാൽ കേന്ദ്രവുമായിട്ടുള്ള നമ്മുടെ നീക്കുപോക്കുകൾ എല്ലാം പൊളിയും. അതുകൊണ്ട് അവരുടെ കൂടി അനുമതിയോടുകൂടി ആയിരിക്കണം സതീശൻ വിസിമാർ പരിപാടിയിൽ പങ്കെടുത്ത വിഷയത്തിൽ ചോദ്യങ്ങളെ ഒഴിവാക്കണം. കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങളെ ഒഴിവാക്കി ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന്റെ താഴെ കയറി ഒരു ഉജ്ജ്വല ഗോൾ എന്നുള്ള നിലയ്ക്കാണ് സുരേന്ദ്രന്റെ കമന്റ് വന്നിട്ടുള്ളത്. അപ്പോ എന്താണ് ഈ വിഷയത്തിൽ സതീശൻ ഇട്ട പോസ്റ്റ് എന്ന് നിങ്ങൾ കേൾക്കണം. അതിന് മുന്നോടിയായിട്ട് ആലോചിക്കുക, എന്തിനും ഏതിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മറുപടി പറയുന്ന അതേ സതീശൻ പൊടുന്നനെ ഫേസ്ബുക്ക് കുറിപ്പിട്ട് എന്തിനാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ അവിടെയാണ് RSSകാരായിട്ട് നമ്മൾ തെറ്റിയാൽ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിയും. വിസിമാരെ നിയമിച്ചത് RSS ആണ്. അവർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്നലകളിൽ ADGP MR അജിത് കുമാർ RSS നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ പദവി ഒഴിയണം, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട സതീശൻ വിസിമാരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാപ്പ് പറയണമെന്നാണ്. ആ പോസ്റ്റ് ഒന്ന് കേട്ടെ. RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്കുണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വച്ചു പൊറുപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 വിസിമാരും കേരളത്തോട് മാപ്പ് പറയണം. കേട്ടല്ലോ, മാപ്പ് പറഞ്ഞാൽ മതി, പ്രശ്നം തീരും. കാര്യം ഈ RSSകാരുടെ ഒരു രീതിയാണല്ലോ മാപ്പ് എന്ന് പറയുന്നത്, അവരുടെ ഒരു വീക്ക്നെസ് കൂടിയാണ്. അത് സതീശൻ കൃത്യമായിട്ട് അതിനുള്ള അവസരം കൊടുക്കുകയാണ്. അവിടെയാണ് കെ സുരേന്ദ്രൻ കയറി സ്കോർ ചെയ്തത്. കെ സുരേന്ദ്രൻ പതിവില്ലാതെ ഈ പോസ്റ്റിന്റെ താഴെ കയറി ഒരു കമന്റും കിട്ടും. അത് സതീശന്റെ ഉള്ളിലെ ആ RSSകാരനെ വലിച്ച് പുറത്തിടുന്ന അവസ്ഥയുണ്ടായി എന്ന് തന്നെ പറയണം. സുരേന്ദ്രന്റെ ആ കമന്റ് ഇങ്ങനെയാണ്: RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലത്. കേട്ടല്ലോ, സുരേന്ദ്രൻ എന്ന BJP നേതാവ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണ്. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെങ്കിൽ അത് ആദ്യം നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്ത വ്യക്തി ഇപ്പോ വിസിമാരടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പിട്ട് പറഞ്ഞാൽ അവർ കേൾക്കൂ. സതീശ മേനോനാകാമെങ്കിൽ എന്തേ ഞങ്ങൾക്കായിക്കൂടെ എന്ന് തിരിച്ചു ചോദിക്കില്ലേ? അപ്പോ സുരേന്ദ്രന്റെ ഒരൊറ്റ മറുപടി ഇവർ തമ്മിലുള്ള ഒളിച്ചു കളിയാണ് തകർത്തത്. കാര്യം സതീശൻ RSS നേതാക്കന്മാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും, ഞാൻ നേരിട്ടൊന്നും പറയുന്നില്ല, സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പിട്ടേക്കാം, നിങ്ങൾ ദയവ് ചെയ്ത് അതിൽ കയറി അഭിപ്രായം പറയരുത് എന്നുള്ളത് കൊണ്ടായിരിക്കണം RSS നേതാക്കന്മാരൊന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന കണ്ടില്ല. പക്ഷേ സുരേന്ദ്രൻ ഇതൊന്നും അറിയാതെ കയറി സതീശന്റെ RSS ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സതീശൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാപട്യം അത്രയും അവിടെ പൊളിയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ലീഗന്മാരും മൗദൂദികളുടെയൊക്കെ ഒരു അവസ്ഥയാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി, ഇവരൊക്കെ തൃപ്തരാകും. എങ്ങനെയാണ് ഈ നാട്ടിൽ RSSകാരെ ചെറുക്കാൻ വേണ്ടിയും RSSന്റെ PM ശ്രീ പദ്ധതി ഉൾപ്പെടെ എടുത്ത് അറബിക്കടലിൽ എറിയാൻ വന്നവർ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ നേരെ ശാഖയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നയിക്കുന്ന വിസിമാർ ശാഖയ്ക്കകത്താണെങ്കിൽ വരും കാലങ്ങളിൽ എങ്ങനെയാണ് ആ മേഖല കാവ്യവൽക്കരിക്കാൻ പോകുന്നു എന്നത് കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ ആ വിഷയത്തിൽ വിസിയെ മാറ്റുമെന്ന് പോലും പറയാതെ, വിസിക്കെതിരെ നടപടിയെടുക്കും അല്ലെങ്കിൽ വിസിയെ മാറ്റി പുതിയ ആളെ നിയമിക്കുമെന്ന് പോലും പറയുന്നില്ല. ഇന്നലകളിൽ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ മാറണമെന്ന് പറഞ്ഞവർ വിസിയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആ പദവിയിൽ നിന്ന് മാറ്റാൻ പോലും ആലോചിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് ഇവർക്ക് വർഗീയതയോട് ശക്തമായിട്ടുള്ള പോരാട്ടമാണോ എന്ന് മൗദൂദികളും ലീഗന്മാരൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണെന്ന് ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റുകാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത് റിയലായി നടന്നു തുടങ്ങിയപ്പോൾ
ലീഗന്മാർക്കും മൗദൂദികൾക്കും മോങ്ങാൻ മാത്രമേ അവസരമുള്ളൂ. ആ ഞെരക്കം സതീശൻ കേട്ടെന്ന് പോലും വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേവലം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടിയായി ഒതുക്കിയത്.